മാഷാ അല്ലാ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഒഴുകി വരുന്നത് ദിവസവും രാവിലെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ. ഒരു കടൽ തീരത്ത് പോയിരിക്കുമ്പോൾ ആ കടലിൽ നിന്നുള്ള തിരമാലകൾ ഇങ്ങനെ അടിച്ചു വീശുന്നത് നമ്മൾ കാണുന്നത് പോലെ എല്ലാ ദിവസവും രാവിലെ ഈ ഗ്രാറ്റിറ്റ്യൂഡാവുന്ന മഹാസാഗരത്തിന്റെ അരികിൽ പോയിരുന്ന് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ ഒഴുകി വരുന്നത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ. അങ്ങനെ നമുക്കറിയാൻ വേണ്ടി പറ്റും, നല്ല കുത്തിയൊലിച്ച് വരുന്ന വെള്ളത്തിൽ എവിടെ നിന്നെങ്കിലും പല വസ്തുക്കളും ഒഴുകി വരും. അതില് വാല്യൂ ഉള്ള പല സാധനങ്ങളും ഉണ്ടായേക്കാം, അല്ലെ? അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കുന്ന നമുക്ക് ചിലപ്പോഴെങ്കിലും ഈ കുത്തിയൊലിച്ച് വരുന്ന ആ വെള്ളത്തിൽ നിന്ന് അങ്ങകലെയോ എവിടെ നിന്നാണോ ഈ വെള്ളത്തിന്റെ ഒരു ഉറവിടം എന്ന് നമുക്ക് തിരിച്ചറിയാതെ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ നമുക്ക് ആ കുത്തിയൊലിച്ച് വരുന്ന വെള്ളത്തിൽ നമുക്ക് കിട്ടാറുണ്ട്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഈ വെള്ളത്തിൽ നിന്നും നമ്മൾക്കറിയാം ഈ വെള്ളത്തിൽ എന്തൊക്കെ വസ്തുക്കളായിരിക്കാം ഒഴുകി വരുന്നുള്ളത്. ആ വരുന്ന വസ്തുക്കളൊക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇങ്ങനെയല്ല. അതുപോലെ നമ്മൾ ആ ഒരു വെള്ളം ഒഴുകി വരുന്നതിന്റെ അരികിൽ പോയി ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നും ഒഴുകി വരുന്നതിനെ ഇന്ന് ആളുകൾക്കാണ് എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടോ നിയോഗിക്കപ്പെട്ടിട്ടോ അല്ല വരുന്നത്. ആർക്കാണോ അതിൽ നിന്ന് അതിനെ എടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇതിനേക്കാളും പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് കടൽ തീരങ്ങളിൽ ചാകര വരാറില്ല. അങ്ങനെ ഈ ഫിഷ് അവിടെ ഈ ചാകര വരുന്ന സമയത്ത് അതിൽ നിന്ന് ഏത് ഫിഷാണോ ആരാണോ എടുക്കേണ്ടതെന്ന് നിശ്ചയിക്കുന്നൊന്നും ഇല്ലല്ലോ. ആർക്കാണോ പറ്റിയത് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാണ് അവർ എവിടെ നിന്ന് ഇത് എടുക്കുകയാണ്, അല്ലെ? അതുപോലെ നമ്മൾക്ക് എല്ലാ ദിവസവും രാവിലെ അള്ളാഹുവിന്റെ ഈ ഭാരമായ അനുഗ്രഹത്തിന്റെ സമുദ്രത്തിന്റെ തീരത്ത് പോയി ഇരിക്കാൻ വേണ്ടി പറ്റി. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ശേഷം ഓരോ ദിവസവും റബ്ബ് സുബ്ഹാനഹു വ തആല ആ സമുദ്രത്തിലൂടെ ഒഴുകി വിടുന്നത് പോലെ ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു സമുദ്രത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓരോന്നിനെയും ഒഴുക്കി വിട്ടു തരുമ്പോൾ അതിനെ നമുക്ക് ആ കടലോരത്ത് പോയിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡിനാവുന്ന കടലോരത്ത് നമുക്ക് പോയി ഇരുന്നു കൊണ്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതിനെ പിക്ക് ചെയ്ത് ഒന്ന് പെറുക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റട്ടെ എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മയിൽ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഇവിടെ ഈ ഒരു കടൽ തീരത്ത് ഇരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണോ ലഭിക്കുന്നുള്ളത് അതുപോലെ ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ആവുന്ന ഈ സമുദ്രത്തിന്റെ അരികിൽ പോയി നമ്മൾ ഇരിക്കുമ്പോൾ ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നതിനെ നമുക്ക് നിശ്ചയിക്കാനോ നിർണയിക്കാനോ നമുക്ക് പറ്റില്ല, അല്ലെ? അത്രയും വാല്യുബിൾ ആയിരിക്കുന്ന അത്രയും മഹത്തായ ഓരോ സംഭവങ്ങളായിരിക്കും ഇവിടെ നിന്ന് ഒഴുകി വരുന്നത്. അങ്ങനെ ഈ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഒഴുകി വരുന്ന ഓരോ 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 അഹ്മത്തിനെയും നമുക്ക് പൂർണ്ണമായ രൂപത്തിൽ നമുക്കതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു യാത്ര നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്റൻഷൻ ഒന്ന് ക്ലിയർ ആക്കുക, നീയത്തൊന്ന് ക്ലിയർ ആക്കുക. നമ്മുടെ നീയത്തൊന്ന് ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മുടെ ഇന്റൻഷൻ ഒന്ന് ക്ലിയർ ആക്കിക്കൊണ്ട് ഓരോ ദിവസവും രാവിലെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് നാളെ രാവിലെ ഈ ഒരു സെഷനിലേക്ക് നിങ്ങൾ ഇരിക്കുന്നത് വരെയുള്ള മുഴുവൻ പോസിറ്റീവ് എനർജിയും നിങ്ങളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനെ ലൈഫിലേക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടി റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെറും ചില്ലറ സാധനം അല്ല. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്
നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിലേക്ക് വർധനവ് വന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതിലാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മളുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണി എല്ലാ ദിവസവും രാവിലെ ആ ഒരു കടലോരത്ത് പോയി നമ്മൾ ഇരിക്കുന്ന ആ ഒരവസ്ഥയിൽ അങ്ങനെ ഇരുന്നു കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. എന്തെങ്കിലും സംശയമുണ്ട്? ഇപ്പൊ പറഞ്ഞ വിഷയത്തിൽ ക്ലിയർ ആയിട്ടില്ലേ? ഇൻഷാ അല്ലാഹ് നമ്മളുടെ ലൈഫിലേക്ക് ആവശ്യമുള്ള ഓരോ വസ്തുക്കളും അവിടെ ഇരുന്നു കൊണ്ട് പിക്ക് ചെയ്യാൻ, അവിടെ നിന്നുകൊണ്ട് പെറുക്കിയെടുക്കാൻ, അവിടെ ഇരുന്നു കൊണ്ട് പെറുക്കിയെടുത്ത് നമ്മളുടെ സഞ്ചിയിൽ നിറക്കാൻ, നമ്മുടെ സഞ്ചിയിൽ നിറക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക, നമുക്കത് ഉപകാരമുള്ള രീതിയിൽ ആവാൻ വേണ്ടി പറ്റുക എന്നുള്ളതും കൂടിയാണ് ഇൻഷാ അല്ലാഹ്. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് നമ്മളുടെ ആ ഒരു ജേണി, നമ്മളുടെ ഈ തുടങ്ങിയ ഈ ഒരു ജേണി ഇന്നത്തേക്ക് അൽഹംദുലില്ലാഹ് 66-ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ 66 ദിവസം നമ്മളിലേക്ക് ഇത് പിന്നിടുമ്പോൾ ആ സ്റ്റാർട്ടിങ്ങിലുള്ള ഫസ്റ്റ് ഡേയും ഇന്നത്തെ ഡേയും തമ്മിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇനി ഫസ്റ്റ് ഡേയിൽ നിന്ന് തന്നെ ഓക്കെ, നെഗറ്റീവുകളെ എങ്ങനെ നീക്കം ചെയ്യാമെന്നല്ലേ. നെഗറ്റീവുകളെ നീക്കം ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് തെറാപ്പീസും പ്രോസസ്സൊക്കെ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ ഈ ഒരു ഫ്രീ സെഷനിൽ അത് ലഭിക്കില്ല, അത് പേരിലായിരിക്കും ഉണ്ടാവുക. എന്നാലോ നിങ്ങൾ നെഗറ്റീവിനെ റിമൂവ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നെഗറ്റീവിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ടൂൾസുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ ഏതുപോലെ ഒരു ഗ്ലാസ്സിൽ അല്പം അഴുക്ക് വെള്ളമുണ്ട്, ആ ഗ്ലാസ് നമ്മൾക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഗ്ലാസ്സിലുള്ള അഴുക്ക് വെള്ളം നമ്മളൊന്ന് പുറത്തേക്ക് കമഴ്ത്തണം. കമഴ്ത്തിയിട്ടോ പുതിയ വെള്ളം അതിലേക്ക് വരണം, അതിലേക്ക് അല്പം ലിക്വിഡ് ചേർക്കണം, എന്നിട്ട് പുതിയ വെള്ളത്തിൻ്റെ ഇടയിലിട്ട് ഈ ഗ്ലാസ് നമ്മൾ തികച്ച് കഴുകണം അല്ലേ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്ക് ഒഴിവാക്കി ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാലോ ഇതേ ഗ്ലാസ് തന്നെ അതിൻ്റെ അകത്തുള്ള മുഴുവൻ ചളിയും സറണ്ടർ ആയിക്കൊണ്ട് ഒരു ടാപ്പിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ദാ നിങ്ങൾ തുറന്നു വിടുന്ന വെള്ളം എന്നിലേക്ക് വന്നോട്ടെ, വന്നോട്ടെ, ഞാൻ എവിടെ കയ്യും കെട്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ആ വെള്ളം എന്നിലേക്ക് വന്നോട്ടെ, കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു ടാപ്പിന്റെ അടിയിലെ അഴുക്ക് പുരണ്ട ചളിവെള്ളം നിറഞ്ഞ ആ ഒരു ഗ്ലാസ് നമ്മൾ വയ്ക്കുകയാണെങ്കിലോ നിരന്തരം അതിലേക്ക് ഇങ്ങനെ നന്മകൾ വീണ് 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 അവസാനം ആ ഗ്ലാസ്സിലുള്ള വെള്ളം പ്യൂറാവും. ആ ഗ്ലാസ്സിലുള്ള വെള്ളം നേരത്തെ ഉണ്ടായ ചളി കലർന്ന വെള്ളമാണോ എന്നുള്ള രീതിയിൽ അറിയാത്ത രീതിയിൽ ആ ഗ്ലാസ്സിലെ വെള്ളം നമുക്ക് പ്യൂറായി കിട്ടും. അതുപോലെ ഇവിടെ നിങ്ങൾ സറണ്ടർ ആയിക്കൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സിനെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധയോട് കൂടി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നെഗറ്റീവ് ആയി വരുന്ന തോട്ടുകളൊക്കെ പോസിറ്റീവിലേക്ക് മാറും ഇൻഷാ അല്ലാഹ്. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറാപ്പിയിലൂടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ചോദിച്ച ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്ലിയർ ആവാനുണ്ടെങ്കിൽ ചോദിച്ചോളട്ടാ വീണ്ടും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ നെഗറ്റീവ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ ഇൻഷാ അല്ലാഹ് മെമ്മറി എങ്ങനെ കൂട്ടാൻ വേണ്ടി സാധിക്കും? വെരി ഗുഡ്, വളരെ നല്ല ക്വസ്റ്റ്യൻസുകളാണ്. ഞാൻ നിങ്ങളൊന്ന് ആക്റ്റീവായി ഓരോന്ന്
ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കൂടുതൽ ഇൻഷാല്ലാ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെയും മെമ്മറി കൂട്ടുക എന്നുള്ളത് ഓരോ വ്യക്തിക്കും അതിൻ്റെതായ കപ്പാസിറ്റി ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് നമ്മളെല്ലാവരും നല്ല മെമ്മറി കപ്പാസിറ്റിയോട് കൂടി തന്നെയാണ് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. പക്ഷെ പിന്നീട് എന്തുകൊണ്ട് നമ്മുടെ മെമ്മറി കപ്പാസിറ്റി പോയി? നമ്മുടെ മെമ്മറി കപ്പാസിറ്റി പോവാനുണ്ടായ കാരണം നമ്മളത് ഉപയോഗിക്കുന്നത് കുറഞ്ഞതാണ്. നമ്മുടെ ഉപയോഗം നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുമ്പോൾ നമ്മുടെ മെമ്മറി കപ്പാസിറ്റിയും നമുക്ക് കൂടിക്കൊണ്ട് വരും എന്നുള്ളതാണ്. നമുക്ക് തോന്നുകയാണ് നമ്മുടെ മെമ്മറി കപ്പാസിറ്റി അല്പം കുറവാണ് എന്നുള്ളത്. എങ്ങനെയാണെങ്കിൽ നമ്മുടെ മെമ്മറി കപ്പാസിറ്റി കുറവാണെങ്കിൽ നമ്മളുടെ കല്യാണം കഴിഞ്ഞ് വന്ന ആദ്യ നാളുകളിൽ തന്നെ ഹസ്ബൻഡിന്റെ ഉമ്മാന്റെയിൽ നിന്ന് കിട്ടിയ നെഗറ്റീവായ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ, അതല്ലെങ്കിൽ അവിടെ നിന്നുള്ള പെങ്ങന്മാരിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ, അതൊക്കെ നമുക്ക് ഇന്നും ഇന്നലെ നടന്നത് പോയി നമ്മുടെ ഉള്ളിലില്ലേ. അപ്പൊ അതുകൊണ്ട് മെമ്മറി നമുക്ക് കുറവൊന്നും അല്ല കേട്ടോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ മെമ്മറിയെ നമ്മൾ വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇൻഷാ അള്ളാ അതിനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്നിനും നമുക്ക് ഇൻഷാ അള്ളാ കുഞ്ഞു കുഞ്ഞ് പേയ്മെന്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് സെഷൻസ് ഒക്കെ വരും. അപ്പൊ അതിന് താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, പങ്കെടുക്കാം. ഇനി അതല്ല അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് മെന്ററിങ് നമുക്ക് കൊടുക്കുന്നുണ്ട് ഇൻഷാ അള്ളാ, കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. തീർച്ചയായിട്ടും കുട്ടികളിലുള്ള ചീത്ത സ്വഭാവങ്ങൾ നീക്കാൻ വേണ്ടി പറ്റും. എത്ര വയസ്സായ കുട്ടിയാണെന്ന് പറയുമോ? 12 വയസ്സല്ലേ? തീർച്ചയായിട്ടും കുട്ടികളിലുള്ള ചീത്ത സ്വഭാവവും നീക്കാൻ വേണ്ടി പറ്റും. കുട്ടികളിൽ എങ്ങനെയാണ് ഈ സ്വഭാവം ഉണ്ടായതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിക്കൊണ്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് കുട്ടികളുടെ മോശം സ്വഭാവങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമായ ഒരു പാരന്റിങ് സെഷൻ ഉണ്ട്. സ്പിരിച്വൽ പാരന്റിങ് എന്നാണ്. അപ്പൊ അത് നമ്മൾക്ക് ഒരുപാട് പാരന്റിങ് സെഷനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു സ്പിരിച്വൽ പാരന്റിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നുള്ളത് അത് നമ്മളിൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് ആ മാറ്റത്തെ മക്കളിലേക്ക് റിഫ്ലക്ട് ചെയ്യപ്പെടുകയാണ്. ഒരിക്കലും മക്കളിൽ വർക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മളിൽ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. ഇൻഷാ അള്ളാ അതിലേക്ക് ആഡ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരും ഓരോ സമയങ്ങളിലായിട്ട്. ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ 100 ഡേയ്സ് കഴിഞ്ഞാലും ഇൻഷാ അള്ളാ നിങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് മുമ്പിലോട്ടേക്ക് പോകണം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് കൂടുതൽ കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സമയത്ത് എല്ലാ സമയത്തും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പറ്റുന്ന സമയത്തൊക്കെ പറ്റുന്നവരൊക്കെ അതിലൊക്കെ പങ്കെടുത്ത് ലൈഫിനെ കളർഫുൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇൻഷാ അള്ളാ. ഓക്കെ ആണോ? ഡൗട്ടുകൾ ചോദിച്ചതെല്ലാം ഓക്കെ ആയിട്ടുണ്ടോ? എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഓക്കെ ആണല്ലേ? ഇൻഷാ അള്ളാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു രീതിയിൽ നമ്മുടെ യാത്ര മുമ്പോട്ടേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വൺ വൺ ആയിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്കൊരു മെന്ററിങ് ഒരു ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് തന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് മെന്ററിങ് അല്ല, അല്ലാതെ തന്നെ ഒരു സിംഗിൾ ആയിരിക്കണം മെന്ററിങ് ഇൻഷാ അള്ളാ നമുക്ക് ലഭിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പേയ്മെന്റ് വരിക ഏതിനാണ്? ഇൻഡിവിജ്വൽ ആയിരിക്കണം മെന്ററിങ്ങിനാണോ എത്ര പേയ്മെന്റ് ചോദിച്ചത്? അതിന് വരുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഒരു 6 മാസത്തത് കൊടുക്കാം, 3 മാസത്തത് എടുക്കാം, 1 മന്തിൻ്റെ എടുക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ 6 മാസത്തിന് ഒറ്റയടിക്ക് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, അതെല്ലാം 3 മാസത്തേക്ക് ഒറ്റയടിക്ക് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, അതെല്ലാം ഒരു 1 മന്ത് എടുത്തിട്ട് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അതിൽ 1 മന്തിലേക്ക് എടുക്കുന്ന സമയത്ത് അതിന് വരിക 2000 ആണ് വരിക. അതിലേക്ക് വരുന്ന സെഷൻസ് എന്ന് പറയുന്നത് വീക്കിലി 1-2 സെഷൻസ് ഇതുപോലെ സൂമിൽ വരും. കൂടെ നിങ്ങൾക്ക് ഡെയിലി വാട്സപ്പ് ഫോളോ അപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഡെയിലി വാട്സപ്പ് ഫോളോ അപ്പ് ഇല്ലാതെ നമ്മൾക്ക് എന്ത് ചെയ്യും, നമുക്കൊരു വർക്കിലേക്ക്
ഇറങ്ങി മുമ്പിലോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 സൂം സെഷനുകളായിരിക്കും എല്ലാം ഉണ്ടാവും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു 1 മന്തിലേക്ക് വരുന്ന സമയത്ത് ഒരു 12 സെഷൻസ് ഒക്കെ അതിൽ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു 11-12 സെഷൻസ് ഒക്കെ അതിൽ കിട്ടും. അപ്പൊ അതിൽ നിന്ന് മെല്ലെ മെല്ലെ നിങ്ങളുടെ ഗ്രോത്ത് മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം. അങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം. അപ്പൊ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഒരു മാസത്തേക്ക് എടുക്കുന്ന സമയത്ത് അതിൽ എന്തെല്ലാം കിട്ടും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെയാണോ വേണ്ടത് എന്നുള്ളതിന് ആയിരിക്കും. അവിടെ ഫസ്റ്റ് വൺ ക്യാമറ ഓണാക്കി ഇരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഞാനും നിങ്ങളും മാത്രമായിരിക്കുമല്ലോ. അവിടെ ഇങ്ങനെ ക്യാമറ ഓണാക്കി ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്. ഇപ്പൊ എനിക്ക് നിങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ അറിയില്ല, നിങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ആവശ്യമായി വരുന്നുള്ളത്, അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ആ ഒരു ഗ്രൂപ്പിൻ്റെലേക്ക് വരുന്നതിനേക്കാളും മുമ്പ് പിന്നെ നമ്മളൊരു കോണ്ടാക്ട് ചെയ്യുമല്ലോ, ഒരു സംസാരം ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ള എന്തൊക്കെയാണോ, എന്തൊക്കെ റിസൾട്ടാണോ നിങ്ങളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. ഒരു 1 മന്ത് മെന്ററിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണോ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യം എന്നോട് വ്യക്തമാക്കി പറയാന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ വ്യക്തമാക്കി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു 1 മന്തിലേക്കാണോ നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ 1 മന്ത് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ആവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടത്തേക്ക് എത്തിപ്പിക്കാനുള്ളതായിരിക്കും നിങ്ങളിലേക്ക് നൽകുക എന്നുള്ളത്. അല്ലാതെ ഒരിക്കലും ഒരു ഫിക്സ്ഡ് മൊഡ്യൂൾ അല്ല. കാരണം പീപ്പിൾ ആർ ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരും വ്യത്യസ്തമായ ആളുകളായിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പോൾ വ്യത്യസ്തമായ ആളുകൾ വരുമ്പോൾ അവർക്ക് വ്യത്യസ്തമായ ആവശ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കും. അവിടെ വ്യത്യസ്തമായ ആവശ്യങ്ങളും അവർക്ക് നിറവേറ്റി കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾ ഒന്ന് ഇടപെട്ട് ഡൗട്ടുകളൊക്കെ ചോദിച്ചത് കൊണ്ടും ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. കാരണം നമ്മളൊന്ന് ചോദിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതൽ അങ്ങോട്ട് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അല്ലാതെ രീതിയിൽ നമുക്കിങ്ങനെ കൂടുതൽ നമുക്ക് പറയാം, വെറുതെ ആരാണ് ഇത് കേൾക്കുന്നുള്ളത് എന്നൊക്കെയുള്ള ഒരു തോട്ട് വരും. പക്ഷെ ഇവിടെ നമ്മൾ കേൾക്കുന്ന ഒരാളെങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും ഇൻഷാ അല്ലാ ഇതുപോലെ ആക്റ്റീവ് ആയിരിക്കുക. ക്ലാസ് റൂം കൂടുതൽ കൂടുതൽ നിങ്ങളെ ആക്റ്റീവ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി നോക്കാം ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് ഒന്ന് നമ്മുടെ സെഷൻസ് കഴിഞ്ഞിട്ട് പേഴ്സണലി മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.